നാദം, തനിമയുടെ രാഗം, പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ. ഇടയസ്പർശം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതം എന്നത് ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെയാണ്. അത് അങ്ങനെ ആകാനാണ് നാം ആഗ്രഹിക്കുന്നതും. എന്നാൽ പലപ്പോഴും നമ്മുടെ ഈ ജീവിത പടകിനെ വലിയ കാറ്റും കോളും തിരകളും വന്ന് ആഞ്ഞടിക്കാറുണ്ട്. എന്നാൽ നാം മുങ്ങിപ്പോകുവാനായിട്ട് സർവശക്തനായ ദൈവം ഒരിക്കലും ഇടയാക്കുന്നില്ല. അവൻ തൻ്റെ ശക്തമായ കരങ്ങൾ നീട്ടി നമ്മുടെ പടകിനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. അപ്രകാരം ദൈവം ജീവിതത്തിലേക്ക് കരങ്ങൾ നീട്ടി ജീവിതത്തിലേക്ക് അടുപ്പിച്ച ഒരു വൈദികനെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. പ്രിയപ്പെട്ട ലിജു രാജു താമരക്കുടി അച്ഛനെയും കൊച്ചുമ്മയെയും ഏറ്റവും സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ തന്നെ നമുക്ക് അച്ഛനെ ഒന്ന് പരിചയപ്പെടാം. അച്ഛൻ്റെ സ്വദേശം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇവയൊക്കെ ഒന്ന് വിശദമാക്കാമോ? എൻ്റെ സ്വദേശം കൊട്ടാരക്കരയ്ക്കടുത്ത് താമരക്കുടിയാണ്. എൻ്റെ മാതാപിതാക്കൾ, പിതാവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. 3 വർഷം മുമ്പ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. മാതാവ് ഹൗസ് വൈഫാണ്. എനിക്കൊരു സഹോദരിയുണ്ട്. സഹോദരി വിവാഹിതയാണ്. എൻ്റെ സഹധർമ്മിണി കൊച്ചുമോൾ തോമസ് പാമ്പാടി സ്വദേശിയാണ്. അവർ മാതാപിതാക്കളുണ്ട്. ഒരു സഹോദരൻ മർത്തോമ സഭയിലെ വൈദികൻ ആണ്. എങ്ങനെയാണ് അച്ഛൻ ലിവർ സിറോസിസ് എന്ന രോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്? എൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങൾ കോതമംഗലത്തിനടുത്തുള്ളതായ കുട്ടമ്പുഴ എന്ന് പറയുന്നതായ ഒരു പ്രദേശത്തായിരുന്നു. കുട്ടമ്പുഴ മിഷൻ പ്രകൃതിസുന്ദരമായൊരു സ്ഥലമാണ് ഈ കുട്ടമ്പുഴ മിഷൻ. എന്നാൽ മിഷൻ ഫീൽഡുകളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ സഞ്ചരിക്കുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്ക് യാതൊരുവിധമായ പ്രശ്നങ്ങളും ഞാൻ അഭിമുഖീകരിച്ചിരുന്നില്ല. എന്നാൽ ആ നാളുകളിൽ എൻ്റെ ശരീരത്തിന് വല്ലാതെ ഒരു ക്ഷീണം അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് എൻ്റെ കാലയിൽ നീരൊക്കെ ആദ്യം ഉണ്ടായി. ശരീരം ക്ഷീണിക്കുവാൻ തുടങ്ങി. ഒരു 10 കിലോ വെയിറ്റ് ലോസ് ചെയ്തു. മുഖമൊക്കെ വളരെയധികം ബ്ലാക്കായി. എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, അച്ഛൻ എന്തോ ശാരീരിക പ്രശ്നമുണ്ട്, അച്ഛൻ പോയി ഒരു ഡോക്ടറിനെ കാണണം എന്നൊക്കെ പറയുകയുണ്ടായി. അതിൻ്റെ ഫലമായി കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചെങ്ങന്നൂർ ഒരു വിവാഹം നടത്തുവാനായി കടന്നു വന്നപ്പോൾ നമ്മുടെ പുഷ്പഗിരിയിൽ ബോബി വർക്കി എന്ന് പറഞ്ഞൊരു റേഡിയോളജിസ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു സഹോദരനാണ്, എൻ്റെ സ്നേഹിതനാണ്. അദ്ദേഹവുമായി ഇത് ഡിസ്കസ് ചെയ്തു. ഈ ഡിസ്കസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. ഈ സ്കാൻ ചെയ്തതായ അവസരത്തിലാണ് ലിവർ സിറോസിസ് ആണ് എന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം പുഷ്പഗിരിയിലെ തന്നെ ഒരു ഡോക്ടർ രമേശ്, അദ്ദേഹം എന്നെ നോക്കി. അദ്ദേഹം പറഞ്ഞു, ഈ രോഗം എങ്ങനെയാണ് ഉണ്ടായതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുമാണ് ഈ രോഗത്തിന് കാരണമെന്ന് മനസ്സിലായത്. അതിനുശേഷം PVSലുള്ളതായ മാത്യു ഫിലിപ്പ് ഡോക്ടറിനെ കാണുകയാണ്. മാത്യു ഫിലിപ്പ് ഡോക്ടറാണ് ക്രോണിക് ലിവർ സിറോസിസ് ആണെന്നും ഇനിയൊരു ലിവർ ട്രാൻസ്പ്ലാന്റ് വേണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. അതുവരെ ഈ രോഗസംബന്ധമായ ഒരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇത്രയും വലിയ ഒരു രോഗമാണ് നേരിട്ടത് എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു മാനസികാവസ്ഥ, പ്രത്യേകിച്ചും കൊച്ചമ്മ, ബന്ധുക്കൾ, മാതാപിതാക്കൾ ഇവരെയൊക്കെ ഓർത്തപ്പോൾ അച്ഛൻ അനുഭവിച്ച ആ ഒരു മാനസികാവസ്ഥ ഒന്ന് വിശദീകരിക്കാമോ? എനിക്ക് ആദ്യം ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നൊന്നും പറഞ്ഞപ്പോൾ വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. എന്നാൽ അതിനുശേഷം ഈ മാത്യു ഫിലിപ്പ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ലിവർ ട്രാൻസ്പ്ലാന്റ് വേണം എന്ന് പറഞ്ഞപ്പം വല്ലാതെ ഒരു മാനസികമായ സംഘർഷത്തിലായി. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഷമ്മാശനായി ആദ്യം പോകുന്ന ശുശ്രൂഷ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ വീട്ടിലാണ്. അന്നേരം തീർച്ചയായും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് മരണം. അത് എൻ്റെ സമവാക്യം പറയുകയാണെങ്കിൽ മരണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത. ഞാൻ എൻ്റെ ഭാര്യയെയാണ് ഞാൻ ആദ്യം നോക്കിയത്. അവിടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾക്കും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നതായി മനസ്സിലായി. എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നുള്ള ഉത്തരം കിട്ടാത്ത ഒരു സന്ദർഭമായിരുന്നു. എന്നാൽ ഈ ഡോക്ടർ വളരെ സിമ്പിളായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇതൊന്നും പ്രശ്നമില്ല, ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാം
ഉടൻ തന്നെ അച്ഛൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഒരുങ്ങണം. ഈ അവസരത്തിൽ ആദ്യം എനിക്ക് ഡിസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആ വിവരം എൻ്റെ സഹപാഠികളെ അറിയിച്ചു. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, സെമിനാരി സുഹൃത്തുക്കളുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരുണ്ട്, അവരെ അറിയിച്ചു. മെത്രാപ്പോലിത്ത തിരുമേനിയെ, അന്ന് കാലം ചെയ്ത നമ്മുടെ ജോസഫ് മാർത്തോമ്മ മെത്രാപ്പോലിത്ത തിരുമേനിയെ അറിയിച്ചു. അങ്ങനെ പെട്ടെന്നായിരുന്നു വെല്ലൂരിലേക്ക് പോകുന്നത്. കാരണം അന്നത്തെ ദിവസമൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം സംഘർഷങ്ങൾ നിറഞ്ഞതായി. വീട്ടിൽ പറയാനൊക്കത്തില്ല. വീട്ടിൽ എൻ്റെ പിതാവ് രോഗിയായിട്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. എന്നാൽ വീട്ടിൽ പറയാതെ എൻ്റെ പപ്പയുടെ സഹോദരങ്ങളെടുത്ത് പറഞ്ഞു, എൻ്റെ അമ്മാച്ചൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ കൊച്ചുമോൻ്റെ ആങ്ങള അച്ഛൻ സ്കറിയ തോമസ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങളങ്ങനെ പിറ്റേ ദിവസം തന്നെ വെല്ലൂരിലേക്ക് പോവുകയാണ്. ഇന്ന് രോഗം അറിയുന്നു, ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറയുന്നു, മെത്രാപ്പോലിത്ത പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ വെല്ലൂരിലേക്ക് പോവുകയാണ്. ആ ദിവസങ്ങളിൽ എൻ്റെ സ്നേഹിതരിൽ നിന്നൊക്കെ കിട്ടിയതായ ഒരു പിന്തുണ വളരെ വലുതായിരുന്നു. അവർ എൻ്റെ പ്രശ്നങ്ങളിൽ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ സ്നേഹിച്ച ഒത്തിരി വൈദികരുണ്ട്, സുവിശേഷകരുണ്ട്, മറ്റു പലരുമുണ്ട്. അന്ന് പലർക്കും അറിയത്തില്ലായിരുന്നു ഈ രോഗം എത്ര വലുതാണെന്നും ഈ രോഗമാണെന്നും ഉള്ള ഒരു കാരണങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ ആ ദിവസങ്ങളിൽ എന്നെ ശക്തീകരിച്ചത് അനേകരുടെ പ്രാർത്ഥനയും, അതേപോലെ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സംഘർഷങ്ങളൊക്കെ ആ പ്രാർത്ഥനയിലൂടെ അലിഞ്ഞുപോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. അതാണ് ആ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചത്. രോഗം ഡയഗ്നൈസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റിന് ഇടയിലുള്ള ആ ദിനങ്ങൾ അച്ഛൻ അതെങ്ങനെയാണ് നേരിട്ടത്? ആ ദിനങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ സംഘർഷം നിറഞ്ഞതായ ദിനങ്ങളായിരുന്നു. കാരണം ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ വെല്ലൂരിൽ പോകുന്ന വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വെല്ലൂരിൽ പോകുന്നത്. കാരണം വെല്ലൂരിൽ ചെന്നാൽ ഈ ട്രാൻസ്പ്ലാന്റ് വേണ്ട എന്ന് ഡോക്ടർമാർ പറയുമെന്നൊക്കെ ചിന്തിച്ചാണ് വെല്ലൂരിൽ ഞാൻ പോകുന്നത്. എന്നാൽ അവിടെ ചെന്ന് ആദ്യം ഞാൻ കാണുന്നത് ഡോക്ടർ ഉദയ ജോർജ് സക്രിയ എന്ന് പറയുന്ന അവിടുത്തെ ഹെപ്പറ്റോളജിസ്റ്റാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ മാത്യു ഫിലിപ്പ് ഡോക്ടർ പറഞ്ഞതായ ഈ രോഗം തന്നെയാണ് അച്ഛന്. എന്നാൽ ലിവർ ട്രാൻസ്പ്ലാന്റ് വേണോ വേണ്ടായോ എന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം, ചില ടെസ്റ്റുകൾ കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാം. എന്നാൽ എൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജൻ കുറിയന്നൂരുള്ളതായ ഫിലിപ്പ് ജോസഫ് സാറാണ്. സാറിനെ ഞാൻ കാണാൻ ചെന്നതായ അവസരത്തിൽ സാറ് പറഞ്ഞു, അച്ഛൻ്റെ കാര്യത്തിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഓപ്ഷനുള്ളൂ. അച്ഛൻ അത് ചെയ്താൽ മാത്രമേ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ഞാൻ അന്നേരം എൻ്റെ മനസ്സിലുള്ള സംഘർഷം എന്ന് പറയുന്നത്, ഇതിന് ചെയ്താൽ ജീവിക്കുമോ അല്ലെങ്കിൽ മരിക്കുമോ? എൻ്റെ മനസ്സിൽ സംഘർഷങ്ങൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാമ്പത്തികം ഇതിനെങ്ങനെയാണ്, എത്ര ലക്ഷം രൂപയാകും? അന്നേരം അദ്ദേഹം പറയുകയുണ്ടായി, 22 ലക്ഷം രൂപയാകും വെല്ലൂരിൽ, 12 ലക്ഷം രൂപ കെട്ടിവെക്കണം. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ കാലം ചെയ്ത ജോസഫ് മാർത്തോമ്മ തിരുമേനി വെല്ലൂരിൽ തിരുമേനിയുടെ ചെക്കപ്പിന് വേണ്ടി കടന്നു വരുന്നതും ഈ രോഗവിവരങ്ങൾ കൂടുതൽ അറിയുകയും തിരുമേനി അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്ക് ഇപ്രകാരമാണ്, അച്ഛൻ ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി തയ്യാറാകണം, സഭ അച്ഛൻ്റെ കൂടെ ഉണ്ട്. ഒരുപക്ഷെ ഞാൻ അന്ന് ആ കേട്ട വാക്കുകൾ ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് ആ നാളുകളിൽ ഉണ്ടായി. പിന്നീട് 1.5 മാസം എന്നുള്ളത് വളരെ സംഘർഷം നിറഞ്ഞതായ ദിവസങ്ങളാണ്. കാരണം ലിവർ ട്രാൻസ്പ്ലാന്റ് വെല്ലൂരിൽ നടക്കണമെങ്കിൽ ഒരാൾ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചെങ്കിൽ മാത്രമേ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുകയുള്ളൂ. അന്നേരം ഞാൻ വിചാരിച്ചു, ആരെങ്കിലും ഇനി ബ്രെയിൻ ഡെത്ത് സംഭവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ എനിക്കൊക്കത്തില്ലല്ലോ ഒരു കാരണവശാലും. എന്നാൽ തിരുമേനി ഇങ്ങനെ പറയുകയും എനിക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സഭ ചെയ്യുകയും ചെയ്തപ്പോൾ ഞാൻ എന്നെ തന്നെ ഒരുക്കിയാണ് ആ ദിവസങ്ങളിൽ ചെയ്തത്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ഒരുങ്ങി, അതിനെക്കുറിച്ച് ലിവർ ട്രാൻസ്പ്ലാന്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനൊക്കെ ശ്രമിച്ചു. എന്നാൽ എനിക്കന്നുണ്ടായ മറ്റ് പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കണം, ട്രാൻസ്പ്ലാന്റിന് ഫിറ്റാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി. എന്നാൽ ആ നാളുകളിൽ ഞാൻ അഡ്മിറ്റായി കിടക്കുമ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി കിടക്കുന്ന പലരും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നതൊക്കെ കാണുവാൻ ഇടയായി. അത് വളരെയധികം സംഘർഷം നിറഞ്ഞതായ കാരണം ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അടുത്തുള്ളവരെയൊക്കെ ഇങ്ങനെ റാപ്പറിൽ പൊതിയുന്ന കാഴ്ച. ഈ കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടതാണ്. അന്നേരം ആ ദിവസങ്ങളിൽ
ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കുകയും ആ നാളുകളിലാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ രോഗവിവരം ലോകമെമ്പാടും അറിഞ്ഞു. ഞങ്ങൾ ആരുടെ അടുത്തും പറയാതെ പോയെങ്കിലും ലോകമെമ്പാടും ഈ രോഗവിവരം അറിയുന്നത്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും അനേകർ എനിക്ക് മെസ്സേജ് അയച്ചു, അച്ഛൻ്റെ ഈ പ്രയാസഘട്ടങ്ങളിൽ ഞങ്ങളും അച്ഛൻ്റെ കൂടെ ഉണ്ട്, അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും എന്ന് പറയുകയുണ്ട്. അതെന്നെ വളരെയധികം ധൈര്യപ്പെടുത്തി. മുൻപിൽ ഇനിയും എന്താണെന്നറിയാൻ കഴിയാതിരുന്ന അവസ്ഥയിൽ അച്ഛൻ്റെ ഉള്ളിൽ വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടോ? വിശ്വാസത്തിനൊരു കുറവ് എനിക്ക് ആ നാളുകളിൽ സംഭവിച്ചില്ല. സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിക്കേണ്ടതായി വന്നില്ല. അത് എൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയതായ ഒരു ബലമാണ്. അതുകൂടാതെ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ മാതാപിതാക്കൾ നൽകിയതായ വലിയൊരു ഉപദേശമുണ്ട്. ജീവിതയാത്രയിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും അതിൻ്റെ മധ്യത്തിൽ ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്. അതുകൂടാതെ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ നാളുകളിലൊക്കെ ഞങ്ങളെ ശക്തീകരിക്കും. പൗലോസ് പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കിയിടുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന്. അന്നേരം ആ നാളുകളിൽ അവിടെ ഉണ്ടായിരുന്ന പലരും എന്നെ വളരെ ചലഞ്ചിങ്ങായി വെല്ലുവിളിച്ച വ്യക്തികളാണ്. അതിൽ ഒരാളാണ് എബി തമ്പി നൈനാൻ അച്ഛൻ. അച്ഛൻ എന്നും അവിടെ കീമോയും റേഡിയേഷനും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന നാളുകളാണ്. എന്നാൽ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നമ്മൾ അച്ഛന്മാരാണ്, തീർച്ചയായിട്ടും ഈ പ്രതിസന്ധികൾ വരുമ്പോൾ വിശ്വാസ സമൂഹത്തിൻ്റെ മുന്നിൽ ധൈര്യത്തോടുകൂടെ നിൽക്കണം. എന്നാൽ എനിക്ക് പറയുവാനുള്ളത്, അവിടെയുള്ള അനേകം രോഗികളെ കാണുമ്പോൾ അവരുടെ മധ്യത്തിൽ നമ്മളൊക്കെ അതിനേക്കാൾ ശ്രേഷ്ഠരാണ് എന്നുള്ളൊരു തോന്നൽ. കാരണം അവിടെ വളരെയധികം പാവപ്പെട്ടതായ രോഗികൾ വരുന്നുണ്ട്, കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, മറ്റു പലവിധമായ അസുഖങ്ങളുള്ളവരൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ എനിക്ക് വലിയ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഈ വലിയൊരു സർജറിക്ക് ആ നാളുകളിൽ ഒരുങ്ങണമെന്നുള്ളത് മാത്രമാണ്. എന്നാൽ വിശ്വാസത്തിൽ ഒരു കുറവ് ആ നാളുകളിൽ വന്നില്ല. ദൈവത്തിൽ കൂടുതലായി ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ഒരുങ്ങി. അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, ആ സർജറി, ആ ദിനങ്ങൾ, അതിനെപ്പറ്റിയിട്ടൊന്ന് വിശദമാക്കാം. ലിവർ ട്രാൻസ്പ്ലാന്റ് വലിയൊരു ഒരു രീതി അനുസരിച്ച് മുൻകൂട്ടി പറയത്തില്ല. ഒരാൾ ബ്രെയിൻ ഡെത്ത് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർഗൺ നമുക്ക് മാച്ചിങ് ആകുന്നതായ ആ സമയത്താണ് അവർ ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വരും. അങ്ങനെ 2016 ഓഗസ്റ്റ് മാസം 20-ാം തീയതി രാവിലെ ഒരു 5-5:30 ആയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്നാൽ ആ ഫോൺ കോള് ഞാൻ സൈലൻറ്റ് മോഡ് ഇട്ടതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ് ആയി ഇരുന്നതായ ഷിജു എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം ഇന്ന് ഈ ലോകത്തിലില്ല. എന്നെ വളരെയധികം സ്നേഹിക്കുകയും ആ നാളുകളിൽ എൻ്റെ കൂടെ സഞ്ചരിക്കുകയും ചെയ്ത ആ വ്യക്തിയാണ്. അദ്ദേഹമാണ് എന്നെ വന്ന് വിളിക്കുന്നത്. അച്ഛൻ ഇതേപോലെ ലിവർ ട്രാൻസ്പ്ലാന്റിനാണെന്നൊന്നും പറയുന്നില്ല, ഹോസ്പിറ്റലിൽ നിന്നൊരു കോളുണ്ട്, അച്ഛൻ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഷാജി അച്ഛൻ, അന്ന് വെല്ലൂർ ഗൈഡൻസ് സെൻ്ററിൻ്റെ ഡയറക്ടറായിരുന്നു. അച്ഛനാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആദ്യം നമ്മൾ അറിയുന്നില്ല. ഞാൻ കൊച്ചുമോളുടെ അടുത്ത് പറഞ്ഞു, ഇതേപോലെ എന്തുവായാലും ഇതൊരു കോൾ വിളിച്ചത് ലിവർ ട്രാൻസ്പ്ലാന്റിന് ആയിരിക്കും, നമുക്കതുകൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങി പോകാമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഹോസ്പിറ്റലിലേക്ക് പോയി. വളരെ ദീർഘമായ ഒരു ടെസ്റ്റുകളാണ് ആ ദിവസങ്ങളിൽ നടക്കുന്നത്. ഏകദേശം 3-4 മണിക്കൂർ പല ടെസ്റ്റുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഫിറ്റാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പ്രാർത്ഥിച്ചു വിടുകയാണ്. എൻ്റെ ബന്ധുക്കളോ വീട്ടുകാരും തന്നെ അന്ന് വെല്ലൂരിലില്ല. എന്നാൽ ആ സമയത്ത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്, ഈ ഓപ്പറേഷൻ എന്നൊക്കെ കേട്ടപ്പോൾ വളരെയധികം സംഘർഷത്തിലായിരുന്ന എൻ്റെ സഹധർമ്മിണി പോലും വളരെ ബോൾഡായിട്ട് നിൽക്കുന്നത് കണ്ടു. എനിക്ക് ആ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഒരു ടെൻഷനും എന്നെ ഉണ്ടായില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ശക്തീകരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപ ആ നാളുകളിലൊക്കെ ഞാൻ വളരെ നല്ല രീതിയിൽ അനുഭവിച്ചു എന്നുള്ളതാണ്. തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന യാത്ര എന്ന് പറഞ്ഞത് ഇങ്ങനെ വളരെ ദൂരം ഇങ്ങനെ ട്രോളിയിലൂടെ ഇങ്ങനെ ഉരുട്ടി പോകുമ്പോൾ മനസ്സിൽ സംഘർഷങ്ങളുണ്ട് എങ്കിലും അന്ന് പ്രാർത്ഥിച്ച അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എബി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എബി അച്ഛൻ, ഞാൻ തിരിച്ച് ആരോഗ്യത്തോടെ ദൈവം എന്നെ കൊണ്ടുവരും, അതുവരെ എൻ്റെ ഭാര്യ ഒന്ന് നോക്കിക്കോണം. വളരെ രസകരമായി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. അകത്ത് ചെന്ന് ഒരു ലൈറ്റ് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് എന്താണ് നടന്നത് എന്ന് അറിയില്ല. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ആ സർജറി 18 മണിക്കൂർ നീണ്ടു നിൽക്കുമ്പോൾ എനിക്ക് സുബോധമില്ല എങ്കിലും ലോകം
കൈകോർത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ നിമിഷങ്ങളായിരുന്നു ആ നിമിഷങ്ങൾ. എന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സർജൻ ഫിലിപ്പ് സാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ്റെ സർജറിയിൽ എന്തെന്നില്ലാത്ത ദൈവകൃപ ഞങ്ങൾ ടീമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള അനേകരുണ്ടായതുകൊണ്ടാണ്. എനിക്ക് മാച്ചിങ് ആയി കിട്ടിയ ലിവർ എന്ന് പറഞ്ഞത് എൻ്റെ ശരീരത്തിന് മാച്ചിങ് ആയ ഒരാൾ, ബ്ലഡ് ഗ്രൂപ്പും എല്ലാ രീതിയിലും മാച്ചിങ് ആണ്. ഇങ്ങേയറ്റം എൻ്റെ വെയിനുകൾക്ക് പോലും വ്യത്യാസമില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത്ര മാച്ചിങ് ആയി. വെല്ലൂരെ ഞാൻ അറിയാത്ത ഒരു സഹോദരൻ്റെ ലിവറാണ്. ഇപ്പോഴും എനിക്കറിയത്തില്ല ആരാണ് എനിക്ക് ലിവർ നൽകിയത് എന്നറിയത്തില്ല. ഏതോ ഒരു കുടുംബം അതിനു വേണ്ടി വില്ലിങ്ങായി. ഇപ്പോഴും ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ ലിവർ നൽകിയ ആ കുടുംബത്തെ ഞാൻ ഓർക്കാറുണ്ട്. എന്നാൽ എനിക്ക് പറയുവാനുള്ളത്, എന്നെ പിറ്റേ ദിവസം ഒരു ശനിയാഴ്ച ദിവസമാണ് ഈ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത്. ഞായറാഴ്ച വൈകിട്ടാണ് എനിക്ക് സുബോധം വരുന്നത്. എന്നാൽ സുബോധം വരുമ്പോൾ ആ തിയേറ്ററിൻ്റെ ഐസൊലേഷൻ റൂമിൽ എൻ്റെ ഭാര്യ വന്നിങ്ങനെ നിൽക്കുന്ന ഒരു വേഗമായിട്ട് പകുതി മയക്കത്തിലാണ് അത് നിൽക്കുന്നത്. ഈ സമയത്ത് ഞാൻ കാണുന്നു. ഞാൻ ചോദിച്ചു, ഇന്ന് ഏത് ദിവസമാണ്? എൻ്റെ അടുത്ത് പറഞ്ഞ് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ ഞാൻ ഇത് രണ്ടാമത്തെ ഒരു ജീവിതമാണല്ലോ എന്ന് ചിന്തിച്ച് നമ്മുടെ കുർബാനയിൽ പാടുന്ന അഹരോനണച്ച ധൂപം പോലെന്നുള്ള ഗീതമൊക്കെ പാടുകയുണ്ടായി. എന്നാൽ രണ്ടാമത്തെ ദിവസം എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തി. മൂന്നാമത്തെ ദിവസം എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. 14-ാമത്തെ ദിവസം ഞാൻ വിശുദ്ധ കുർബാനയിൽ CMC ചാപ്പലിൽ പോയി സംബന്ധിക്കുവാൻ ഇടയാക്കി. എനിക്ക് പറയുവാനുള്ളത്, ജീവിതയാത്രകളിൽ പല സംഘർഷങ്ങളുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുട്ടമ്പുഴയിൽ പോയി രണ്ടാമത് ഒരു കുർബാന എടുക്കുന്നുണ്ട് ഈ ട്രാൻസ്പ്ലാന്റിന് മുമ്പ്. എൻ്റെ പുസ്തകത്തിൽ ഒരു കരളിൻ്റെ കഥ എന്ന പുസ്തകത്തിലാണ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ഇനി പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിച്ചതായ ഒരു സന്ദർഭത്തിൽ ദൈവം എനിക്ക് ഒരു സെക്കൻഡ് ലൈഫ് ദൈവം എനിക്ക് നൽകി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഒത്തിരി വേദനാജനകമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് എന്നെ ശക്തീകരിച്ചതായ ഒരു ദൈവത്തിൻ്റെ കൃപ ട്രാൻസ്പ്ലാന്റിൽ ഉടനീളം ഞാൻ അനുഭവിക്കുവാൻ ഇടയായി. അതുകൊണ്ട് അതിനുശേഷം ഒരു 2 വർഷത്തോളം വെല്ലൂരിൽ തന്നെ ഞാൻ ചാപ്ലൈനായിട്ട് വർക്ക് ചെയ്യാൻ ഇടയായി. അനേകം ട്രാൻസ്പ്ലാന്റ് രോഗികളെ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിടാൻ, ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വിടാനൊക്കെയുള്ള ഭാഗ്യം ദൈവം തമ്പുരാൻ എനിക്ക് നൽകി. ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ സൗഖ്യമാക്കിയ ദൈവം നിങ്ങളെയും സൗഖ്യമാക്കും എന്ന് മാത്രമാണ് അവരോട് പറയുന്നത്. എന്തുകൊണ്ടും എനിക്ക് പറയുവാനുള്ളത്, ഈ ട്രാൻസ്പ്ലാന്റിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ കൃപ അധികമായി അനുഭവിച്ചതെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അച്ഛൻ പറഞ്ഞ ഈ അനുഭവങ്ങൾ, ഈ കടന്നുപോയ ദിനങ്ങൾ, അനുഭവിച്ചതായിട്ടുള്ള ദൈവകൃപ, ഇതെല്ലാം അച്ഛൻ എഴുതിയ ഒരു കരളിൻ്റെ കഥ എന്ന ബുക്കിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ബുക്ക് എഴുതാനുണ്ടായ പ്രചോദനം, അതിന് കാരണമായത് ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? അല്ലെങ്കിൽ ആ ബുക്കിൽ നിന്നും അനുഭവങ്ങൾ കേട്ടിട്ട് ആളുകളുടെ റെസ്പോൺസ്, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. ഈ ഒരു കരളിൻ്റെ കഥ എന്ന പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ട്രാൻസ്പ്ലാന്റ് സർജനാണ്. സർജൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ്റെ ഈ അനുഭവങ്ങളൊക്കെ ഒന്ന് എഴുതണം. ഞാൻ ആദ്യം അത് കാര്യമായിട്ട് എടുത്തില്ല. എന്നാൽ അതിനുശേഷം വെല്ലൂരിലുള്ള രോഗികൾക്ക് വേണ്ടി ചെറിയൊരു ആർട്ടിക്കിൾ പോലെ എഴുതണമെന്ന് അവിടുത്തെ ഡയറക്ടറായിരുന്ന ഷാജി അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അന്നേരം ഈ നീണ്ട ചരിത്രം മുഴുവനും എഴുതണം. ഞാൻ അന്നേരം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സ്നേഹിതനായ ഇടയാറമുള സ്വദേശി സജി പാറേടയിൽ അദ്ദേഹവുമായി ഈ ആശയം ഞാൻ പങ്കുവച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം, അത് ഒന്ന് എഴുതണം. ഞങ്ങളങ്ങനെ 2 പേരും കൂടെ തീരുമാനിച്ച് എഴുതാനായിട്ട് തുടങ്ങി. ഞാനത് വോയിസ് റെക്കോർഡായിട്ടും അല്ലാതെയും എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം ഇരുന്ന് കേട്ടെഴുതാനൊക്കെ തുടങ്ങി. അങ്ങനെ മാരാമൺ കൺവെൻഷൻ സമയത്താണ് ഇത് റിലീസ് ചെയ്യുവാൻ ദൈവം ഭാഗ്യം നൽകിയത്. ആ മഹായോഗത്തിൽ വെച്ച് അത് റിലീസ് ചെയ്യുവാൻ ദൈവം തമ്പുരാൻ വലിയൊരു അവസരം ഒരുക്കി. എന്നാൽ അതെന്നെ പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അനുഭവിച്ചതായ ദൈവകൃപ ഈ ലോകമെമ്പാടും അറിയണം. ഇപ്പോൾ ഞാൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാലും ഈ പുസ്തകം ഒരിക്കലും മാറ്റപ്പെടുന്നില്ല. കാരണം ഈ പുസ്തകം അനേകർ വായിക്കുന്നുണ്ട്. ഈ നാളുകളിൽ എൻ്റെ അടുത്ത് പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ പുസ്തകം വായിച്ചു, ഞങ്ങൾ വായിച്ചിട്ട് വീണ്ടും അത് വായിക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ഈ വളരെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ വീണ്ടും വായിക്കുവാനുള്ളത്. അവർ പറയുന്നൊരു കാര്യമുണ്ട്,
ഞങ്ങളെ ശക്തീകരിക്കുന്നതായ ഒരു ദൈവസാന്നിധ്യം ഈ ബുക്കിലൂടെ തൊട്ടറിയുവാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ ഞാൻ വെല്ലൂരിലായിരിക്കുന്ന സമയത്ത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ വരുമാനം മുഴുവനും രോഗികൾക്ക് പങ്കുവയ്ക്കണമെന്നുള്ളത്. അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ തുകയും ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഒത്തിരി രോഗികൾക്ക് ചികിത്സാ സഹായമായി കൊടുക്കുവാൻ പറ്റി. അതുകൂടാതെ ട്രാൻസ്പ്ലാന്റിന് പോകുന്ന ആർക്കും ഞാൻ എൻ്റെ പുസ്തകം ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. ഇത് വായിക്കുമ്പോൾ അവർക്ക് ഒരു പവർ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പുസ്തകം ഇന്ന് ലോകമെമ്പാടും ഇതിൻ്റെ 3 ഭാഷയിലേക്ക് ഇത് തർജ്ജമ ചെയ്യുകയാണ്. ഇപ്പോൾ CMC വെല്ലൂരുകാരൻ ഹിന്ദിയിലേക്ക് പോകുന്നു. ഞങ്ങളുടെ ഇടവക അംഗമായ എലിസബത്ത് കോശി എന്ന് പറയുന്നതായ വ്യക്തി ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതേപോലെ സാമുവൽ വർഗീസ് അച്ഛൻ ഇത് കന്നഡയിലേക്ക് തർജ്ജമ ചെയ്തു. അങ്ങനെ ഈ പുസ്തകം പല രീതിയിൽ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് പല ഇടങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. അത് എൻ്റെ നാമമഹത്വത്തിനല്ല, ദൈവനാമം ഈ ബുക്കിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ നാളുകളിൽ മറ്റു രോഗികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ ഓർഗൻ ഡൊണേഷൻ ക്യാമ്പുകൾ, ഇതുമായിട്ടൊക്കെയുള്ള അച്ഛൻ്റെ പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഈ നാളുകളിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് മാരാമൺ മാർത്തോമ ഇടവകയിലാണ്. എന്നാൽ ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് ഈ നാളുകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളതായ രോഗികളുമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംഭാഷണം നടത്തുന്നത്. എനിക്ക് എന്നും ദിവസവും ഒരു മിനിമം 3-4 കോളുകൾ കാണും. പല രോഗികൾ എന്നെ വിളിക്കാറുണ്ട് ഈ നാളുകളിൽ. അന്നേരം അവരുമായിട്ട് മുൻകാല പരിചയമൊന്നും എനിക്ക് ഇല്ല. എന്നാൽ ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്പ്ലാന്റുകാരാണ് എന്നെ വിളിക്കുന്നത്. നമ്മുടെ സഭയിലെ വൈദികരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ എൻ്റെ പേര് നിർദ്ദേശിക്കുകയും എൻ്റെ നമ്പർ കൊടുക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് ഈ നാളുകളിൽ ഞാൻ പണ്ടൊക്കെ ഈ ട്രാൻസ്പ്ലാന്റ് എന്ന് പത്രത്തിൽ വായിച്ചു കഴിഞ്ഞാൽ വായിച്ച് ഇങ്ങനെ വിടത്തേ ഉള്ളായിരുന്നു. എന്നാൽ ഫോർവേഡ് മെസ്സേജ് കിട്ടിയാൽ പോലും ഞാൻ അവരുടെ നമ്പർ എടുത്ത് വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് അവരെ ഈ വലിയ ദൗത്യത്തിൽ വേണ്ടുന്നതായ കരുത്ത് പകരുവാൻ ഞാൻ ഈ നാളുകളിൽ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി പുല്ലാടുള്ളതായ ഞാൻ താമസിക്കുന്ന പാഴ്സൻ്റെ അടുത്ത് ഒരു കൊച്ചുണ്ട്, അഭിലാഷ് എന്ന് പറയുന്നത്. അവന് 16 വയസ്സേ ഉള്ളൂ. അന്നേരം ഈ ട്രാൻസ്പ്ലാന്റ് പോകാൻ അവനെ സംബന്ധിച്ച് വളരെ പേടിയാണ്. എന്നാൽ എല്ലാ ദിവസവും മിക്കവാറും ഡയാലിസിസിന് പോയിട്ട് തിരിച്ചു വരുമ്പം പാഴ്സനേജിൽ വരും. കഴിഞ്ഞ ആഴ്ച അവൻ്റെ ട്രാൻസ്പ്ലാന്റ് ആയിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും അവിടെ അമൃത ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് എന്നെ വിളിക്കാറുണ്ട്. എന്നെ വിളിക്കുമ്പോൾ അവൻ്റെ ഫാദർ പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛനെ വിളിച്ചതിന് ശേഷം അവന് വളരെ വലിയ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ നാളുകളിൽ രോഗികൾക്ക് വേണ്ടുന്നതായ ഏതൊക്കെ രീതിയിൽ അവരെ സഹായിക്കാമോ, സാമ്പത്തികമായി ഏതെങ്കിലും രീതിയിൽ സഹായിക്കാനൊക്കെങ്കിൽ അത് സഹായിക്കും. പ്രാർത്ഥന, എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ രോഗികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന പലപ്പോഴും പള്ളിയിൽ നീണ്ടുപോകാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗികളുടെ ലിസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ഞാൻ ഒരു സൗഖ്യദായക ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിലനിൽക്കുവാൻ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റ് ശുശ്രൂഷകൾക്കപ്പുറത്ത് ദൈവം എന്നെ സൗഖ്യമാക്കി, നിങ്ങളെ സൗഖ്യമാക്കും എന്നുള്ള ഒരു സന്ദേശമാണ് മറ്റുള്ളവരിലേക്ക് പകർത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നമുക്കെല്ലാവർക്കും രോഗമുണ്ടാകാം. മാരകമായ രോഗം പെട്ടെന്ന് ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മുടെ മനസ്സിലേക്കൊക്കെ വരാം. എന്നാൽ എനിക്ക് പറയുവാനുള്ള ഒരു സന്ദേശം ഇപ്രകാരമാണ്: രോഗം വന്നാലും അതിൻ്റെ മധ്യത്തിൽ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ട് ഈ നാളുകളിൽ ഞാൻ വളരെയധികം സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഈ ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ ഡൊണേഷനെ അല്ല ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ മരിച്ച ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നതായ അനേകരുടെ ഓർഗൻ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ അനേകർക്ക്, എന്നെപ്പോലെ ഇരിക്കുന്നവർക്ക്, ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതിനൊരു കാരണം തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബം അവരുടെ പ്രിയപ്പെട്ടവൻ്റെ അവയവം കൊടുത്തതുകൊണ്ടാണ്. ആ ഒരു സന്ദേശം പകർത്തുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ 2019 ഡിസംബർ മാസം ഞങ്ങളൊരു കേരളത്തിലുടനീളം ഈ അവയവദാനവുമായി സംബന്ധിച്ചൊരു യാത്ര പോകുവാൻ എല്ലാം തയ്യാറായിട്ടിരിക്കുന്ന സമയത്താണ്, അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതാണ്. മേക്ക് എ ചാരിറ്റബിൾ വിഷനും അതേപോലെ നമ്മുടെ യുവജനസഖ്യവുമായി ഒരുമിച്ച് ചേർന്ന് ഒരു കേരള യാത്രയൊക്കെ ചെയ്തിരുന്ന സമയത്താണ് ഈ കോവിഡ് വന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല.
ഈ നാളുകളിൽ ഓൺലൈനിലൂടെ ഈ അവയവദാനത്തെ പറ്റിയൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് ഈ സന്ദേശം നൽകാറുണ്ട്. അതിനുവേണ്ടി അനേകരെ സജ്ജരാക്കാറുണ്ട്. എന്നാൽ ഇന്നുള്ള ഒരു പ്രശ്നം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവയവങ്ങൾ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച് കഴിഞ്ഞാൽ പോലും ആൾക്കാർ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ചിലരൊക്കെ വിചാരിക്കാറുണ്ട്, എൻ്റെ പുനർജന്മത്തിൽ ഈ അവയവം ഇല്ല എങ്കിൽ എന്ത് എന്ന്. അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്, സംശയങ്ങൾ ചോദിച്ചുകൊണ്ട്. ഈ സെക്കൻഡ് കമ്മിങ്ങിൽ ഈ കർത്താവിനെ ഞാൻ എങ്ങനെ കാണുമെന്ന് ചോദിച്ച ഒരു അമ്മച്ചിയുണ്ട്. എൻ്റെ കണ്ണ് കൊടുത്താൽ എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചത്. എന്നാൽ നമുക്ക് ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മുടെ ശരീരമൊക്കെ ചുട്ട് ഇല്ലാതെയാക്കിയാണ്. അന്നേരം ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അവയവം മാറ്റത്തില്ല. അതിന് ചില ടെസ്റ്റുകളുണ്ട്. ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചുവെന്ന് സ്ഥിരീകരിക്കുന്നതായ ടെസ്റ്റുകൾ അത് ഗവൺമെൻറ് അംഗീകൃത ഡോക്ടേഴ്സുമാരാണ്. അതുകൊണ്ട് ഇത് തീരുമാനിക്കുന്നത് ഇന്ന് കേരളത്തിൽ മൃതസഞ്ജീവിനി എന്ന് പറയുന്നതായ സംഘടനയാണ്. ആ സംഘടന ഒരു പ്രത്യേക ഹോസ്പിറ്റലിന് വലിയ പരിഗണനയൊന്നും കൊടുക്കത്തില്ല. ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾക്കാരിലേക്ക് അവയവങ്ങൾ എത്തിക്കുകയാണ്. എന്നാൽ ഈ അവയവങ്ങൾ കൊടുക്കുന്നതിൽ തന്നെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ കിഡ്നിയും ലിവറും ഹാർട്ടും ഒക്കെ മാത്രമേ ഉള്ളെന്ന്. എന്നാൽ ആക്റ്റീവായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൊടുക്കുവാൻ കഴിയും. കാരണം കഴിഞ്ഞ വർഷം നമുക്കറിയാം, ലോക്ക്ഡൗൺ സമയത്ത് അനുജിത്ത് എന്ന് പറയുന്നതായ ഒരു സ്നേഹിതൻ്റെ അവയവങ്ങൾ കൊടുത്ത കഥ അറിയാം, സംഭവം അറിയാം. അദ്ദേഹത്തിൻ്റെ കൈ വരെ മറ്റ് ഒരാൾക്ക് കൊടുത്തു. ബോംബ് സ്ഫോടനത്തിൽ കൈ നഷ്ടപ്പെട്ട ഒരാൾക്കാണ് ഈ കൈ വെച്ച് പിടിച്ചത്. എന്നാൽ അനുജിത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ വർഷം എൻ്റെ നന്ദിയോടെ നാലാണ്ടെന്നൊരു പ്രോഗ്രാം എൻ്റെ താങ്ക്സ് ഗിവിങ് സർവീസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അനുജിത്തിൻ്റെ വൈഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അവയവങ്ങൾ 8 പേർക്ക് ദാനമായി കൊടുത്തു. ഇന്ന് അനുജിത്ത് ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടിട്ടില്ല. കാരണം അനുജിത്ത് ഇന്ന് പലരിലൂടെ ജീവിക്കുന്നുവെന്ന് പറയുകയാണ്. അത് പറയാനായിട്ട് ശ്രമിക്കുന്നത്, ഈ നാളുകളിൽ എൻ്റെ ദൗത്യബാധകൾ ഈ ഒരു പട്ടക്കാരനായിരിക്കുമ്പോൾ ഈ സഭാ ശുശ്രൂഷ മാത്രമല്ല, മറ്റുള്ളവരെ കരുതുവാനും ഇങ്ങനെയുള്ളതായ സാമൂഹ്യ പ്രവർത്തനം. ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റുകാരുടെ ഒരു സംഘടനയുണ്ട്, ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള എന്ന് പറയുന്ന ആ സംഘടനയുടെ പത്തനംതിട്ടയിലെ പ്രസിഡൻ്റ് എന്നുള്ള ഒരു സ്ഥാനം എനിക്ക് കിട്ടിയത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ളത്. കാരണം പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവരെയും കോർത്തിണക്കുവാൻ ഇതിലൂടെയൊക്കെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ദൈവം രണ്ടാമതൊരു ജന്മം നൽകിയപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ ദൈവം പ്രേരിപ്പിക്കും. വളരെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ജീവിതം പെട്ടെന്നൊരു ദിവസം ഇപ്രകാരമുള്ള ഒരു വലിയ രോഗം പ്രിയ സഖിക്ക് നേരിട്ടു എന്നറിഞ്ഞപ്പോൾ കൊച്ചമ്മ എപ്രകാരമാണ് അതിനെ നേരിട്ടത്? ഇങ്ങനൊരു പ്രശ്നം ജീവിതത്തിൽ വന്നപ്പോൾ ആദ്യം അങ്ങ് തകർന്നുപോയി. ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, അച്ഛന് ക്രോണിക് ലിവർ സിറോസിസ് ആണ്, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് C വൈറസ് ഉണ്ട്, അതുമാത്രമല്ല ലിവറിനുള്ളിൽ ക്യാൻസറസ് ആണ്. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് അച്ഛൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം ഞാൻ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കല്യാണം കഴിഞ്ഞ് 3 വർഷം തികഞ്ഞതേ ഉള്ളൂ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് അച്ഛനെ ഇത്ര പെട്ടെന്ന് അടർത്തി മാറ്റുവാണോ എന്നൊരു ചിന്ത എൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ അന്ന് വൈകിട്ട് ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. ഭർത്തിയുമായി നിലവിളിച്ച പോലെ നിലവിളിച്ചു. എൻ്റെ ജീവിതത്തിൽ അച്ഛനെ നീ എനിക്ക് മടക്കി തരണമേ. ഈ 2 പ്രാർത്ഥനയാണ് ഞാൻ ജീവിതത്തിൽ പ്രാർത്ഥിച്ചത്, നിലവിളിച്ച് തന്നെയാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ ആ നിലവിളി ശബ്ദം കേട്ടതായ ദൈവം എൻ്റെ ജീവിതത്തിന്, എൻ്റെ മനസ്സിന് ഒരു ശാന്തമായ അനുഭവമാണ് നൽകിയത്. അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച വാക്യം ഇതാണ്: നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും കൂടെയുള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. ഈ ഒരു വാക്യം എൻ്റെ ജീവിത പ്രതിസന്ധിയിൽ എന്നെ ശക്തീകരിച്ചൊരു വാക്യമാണ്. രണ്ടാമതായിട്ട് പൗലോസിനെ ശക്തീകരിച്ച ദൈവം എന്നെ ശക്തീകരിച്ചു. കാരണം എന്നെ അച്ഛൻ പറഞ്ഞ പോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്നു. ഈ 2 വാക്യങ്ങളാണ് എൻ്റെ ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയത്. കാരണം ഒരു കഴിവും പ്രാപ്തിയില്ലാത്ത എന്നെ ദൈവം ഈ വാക്യങ്ങളിലൂടെ എന്നെ രൂപപ്പെടുത്തി. അതുകൊണ്ടാണ് ആ ജീവിത പ്രതിസന്ധിയുടെ സമയത്തൊക്കെയും പിടിച്ചു നിർത്തുവാൻ എന്നെ സഹായിച്ചത്. അതുമാത്രമല്ല, എൻ്റെ കുടുംബം
എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരൻ ഇങ്ങനൊരു പ്രശ്നം നേരിട്ടപ്പോൾ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൈത്താങ്ങളായിട്ട്. എൻ്റെ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛന് ഒരു കുറവും വരാതെ നീ ജീവിത പ്രതിസന്ധി കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്യണമെന്നാണ് എൻ്റെ സഹോദരൻ പറഞ്ഞത്. ഇതൊക്കെയും എൻ്റെ ജീവിതത്തിൽ കൂടുതൽ പിടിച്ചു നിർത്തുവാൻ എന്നെ സഹായിച്ച ഘടകങ്ങളാണ്. എനിക്ക് ഈ നാളുകളിൽ അച്ഛൻ്റെ രോഗത്തിൻ്റെ ശൈലിയിൽ ഒപ്പം ചേർന്ന് അച്ഛനെ ശുശ്രൂഷിപ്പാൻ വേണ്ട കൈത്താങ്ങൾ നൽകുവാൻ ദൈവം എന്നെ ശക്തീകരിച്ചു. ഇത്തരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കുമ്പോൾ രോഗിക്ക് ലഭിക്കുന്ന കൈത്താങ്ങൽ വളരെ വലുതാണ്. അതിന് കൊച്ചമ്മയെ ശക്തീകരിച്ച, അച്ഛനെ കൈത്താങ്ങൽ കൊടുക്കുവാനായിട്ട് കൊച്ചമ്മയെ സഹായിച്ച ഏതെങ്കിലും പാട്ടുകൾ, വരികൾ ഓർമ്മയുണ്ടോ? എൻ്റെ ജീവിത പ്രതിസന്ധിയിൽ എന്നെ സ്വാധീനിച്ച ഒരു പാട്ട് ഇപ്രകാരം ആണ്. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ. ശക്തനായ ദൈവം വലിയ കാര്യങ്ങൾ പ്രിയാച്ചൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. അത് മുഖാന്തരം അനേകർക്ക് ആശ്വാസവും സൗഖ്യവും പ്രദാനം ചെയ്യുവാനായി അച്ഛൻ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയസ്പർശം എന്ന ഈ പ്രോഗ്രാമിൽ വന്ന് സംബന്ധിച്ച പ്രിയ ലിജു അച്ഛനോടും കൊച്ചുമോൾ കൊച്ചുമ്മയോടുമുള്ള സന്തോഷവും നന്ദിയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. മലങ്കര ദർശൻ്റെ ഇടയസ്പർശം എന്ന ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ച എല്ലാ പ്രിയ പ്രേക്ഷകരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തെളിമയുടെ നാദം, തനിമ